പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ അനന്തരക്കാരുടെ കെട്ടുനിറയാണ് കേട്ടോ, ശബരിമലയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പുണ്ട്, അപ്പും കുട്ടുമാണ് പോകുന്നത്. പിന്നെ നന്ദുണ്ട്, ആലുമോനുണ്ട്, ഉണ്ണിയില്ല, അതുപോലെ തന്നെ നയനയും സ്ത്രീയും ഇല്ല, പിന്നെ കുഞ്ഞുട്ടിയില്ല കേട്ടോ. കുഞ്ഞുട്ടിക്ക് പരീക്ഷ തീർന്നിട്ടില്ല, അതുകൊണ്ട് കുഞ്ഞുട്ടിനെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നയനമോളും സ്ത്രീക്കും 5:30ക്കാണ് കെട്ടുനിറയെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അന്നേരത്തേക്ക് ഓഫീസിൽ നിന്നൊക്കെ രണ്ടുപേർക്കും എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരിവിടെ വന്നിട്ടില്ല കേട്ടോ. ഇനി ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പിള്ളേർ പോകുന്നത്. അപ്പം നമ്മളിവിടുന്ന് കെട്ടൊക്കെ നിറച്ചിട്ട് അവരെ കൊണ്ടുപോയി ആലപ്പുഴ ബസ് സ്റ്റാൻഡിലാക്കും. അപ്പോൾ ആ സമയത്ത് ശ്രീഹരിയും നയനയും അവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ അമ്പലത്തിലാണ്. പിന്നെ ഇവിടുന്ന് അയ്യന്മാർ രണ്ടുപേരും പിന്നെ അളിയനുമാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സന്ധ്യ സമയത്ത് കെട്ട് നിറയ്ക്കുന്ന ആ ടൈമിന് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6:30-7 മണിയോട് അടുത്തിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പകൽ മുഴുവനും നാത്തൂൻ്റെ വീട്ടിലായിരുന്നേ. മുഴുവനെന്ന് പറയാൻ പറ്റിയില്ല. അപ്പം വേറൊരു വിശേഷമുണ്ട് കേട്ടോ. നാളെ ഞാനും ഏട്ടനും കൂടെ പഴനിക്ക് പോവുകയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ രാവിലെ പോയി പീലിയൊക്കെ പൂജിച്ചു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് വീട്ടിലൊക്കെ ഊര് ചുറ്റാനായിട്ടൊക്കെ പോയി കേട്ടോ. ഊര് ചുറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ നാട്ടിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കുറച്ച് വീട്ടിലൊക്കെ ഇങ്ങനെ പോയി നമ്മൾ നേർച്ച വാങ്ങും. അതിന് ശേഷമാണ് പഴനിക്ക് പോവുക. അപ്പോൾ അതേപോലെ പോയി ഉച്ചവരെയൊക്കെ പോയി. പിന്നെ ഉച്ചയോട് കൂടിയിട്ടാണ് നാത്തൂൻ്റെ വീട്ടിൽ ഞാനും ഏട്ടനും വന്നത് കേട്ടോ. അപ്പോൾ അനിയത്തി കവിത നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ അമ്മാവൻ്റെ മോളെ കണ്ടതാണ് കേട്ടോ. ശ്രീനയാണേ. അപ്പോൾ അവൾ ഇന്ന് പോലീസുകാരുടെ ചിറപ്പായിരുന്നു നമ്മുടെ കണ്ടമംഗല ക്ഷേത്രത്തിലെ. അങ്ങനെ ശ്രീനയും അതുപോലെ തന്നെ ഹസ്ബൻഡ് മധുവും പിള്ളേരും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ കണ്ടതാണ്. ഇപ്പോൾ നമ്മളെല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുക്കുവാണേ. അതിനുശേഷം കെട്ടുനിറ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നാത്തൂൻ കെട്ടിൽ അരിയൊക്കെ ഇടുവാണേ. പിന്നെ പിള്ളേരെ കൊണ്ട് മുദ്ര നിറച്ചതൊക്കെ ഇടിക്കുകയും പിന്നെ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തുവാണ്. അപ്പോൾ അപ്പുവാണ് ആദ്യം ചെയ്യുന്നത്. അപ്പുവിൻ്റെ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മയുണ്ട്, അമ്മയെ കണ്ടായിരുന്നല്ലോ എല്ലാവരും. ഇപ്പോൾ കുറേ നാളായല്ലോ അമ്മ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോയും കറക്റ്റായിട്ടൊക്കെ ഇടാനായിട്ട് പറ്റുന്നില്ല. ഇന്നലെയും കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ എടുത്തിട്ടു. അപ്പോൾ നോക്കിക്കേ, കെട്ടൊക്കെ നിറച്ചിട്ട് ഇനി കെട്ട് പൊക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ വാതിക്കയിൽ വന്ന് ചടങ്ങുകളൊക്കെ നടത്തി അതിനുശേഷം കെട്ട് പൊക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിള്ളേർക്ക് തോർത്തൊക്കെ തലയിൽ കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അളിയനും അനിയനും എല്ലാവരും കൂടെ പിള്ളേരെ വേണ്ട രൂപത്തിലൊക്കെ സജ്ജമാക്കി അവർക്ക് പോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. എല്ലാം ഓക്കെ ആക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇളയാളാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ ആശാനൊന്നിങ്ങനെ മാറിയൊക്കെ കളയുവേ. അങ്ങനെ ഇളയാളുടെ ഒക്കെ കെട്ടിപ്പൊക്കി കൊടുത്തു. ആദ്യം അപ്പുവിനാണ് കെട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തത്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നത് കാണണവേ. അങ്ങനെ മക്കൾ രണ്ടുപേരും കെട്ടൊക്കെ നിറച്ചു. അതിനുശേഷം തേങ്ങ അടിക്കുന്ന ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടമംഗല ക്ഷേത്രത്തിലും തേങ്ങ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേരെന്താണ്, ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുള്ള തേങ്ങ കെട്ടിൽ കരുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞു. തേങ്ങയടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ നിർദ്ദേശങ്ങളും പിള്ളേർക്ക് കൊടുക്കുക. രണ്ടുപേരും കൂടെയാണല്ലോ ആദ്യമായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ രണ്ടുപേരെ യാത്ര അയക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അവിടെ നല്ല ഭക്തിഗാന മേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ വോയിസൊക്കെ അങ്ങോട്ട് കളഞ്ഞു. അതല്ലെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. പിന്നെ നാളെ വെളുപ്പിനെ തന്നെ പഴനിക്ക് പോവുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എഡിറ്റ് ചെയ്തിടാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ഗാനങ്ങളും അതായത് നമ്മുടെ ഭക്തിഗാനങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് പിന്നെ പിള്ളേരെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് പോവുകയാണേ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് 9 മണിക്കാണ് ബസ് എടുക്കുക കേട്ടോ. അപ്പോൾ ബസ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ പഴനിക്ക് പോകാനും നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് നാളെ വെളുപ്പിന് 6 മണിക്കുള്ള ബസ്സിനാണ് പോകുന്നത് പഴനിക്ക്. അങ്ങനെ പിള്ളേരുടെ വണ്ടി അങ്ങോട്ട് വിട്ടു. അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടെ ക്ഷേത്രമുറ്റത്ത് വന്നു. അല്പസമയം കൂടെയൊക്കെ നിന്നു. അതിനുശേഷം
പിന്നെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നത്, അതായത് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് പോകാനേ ഉള്ളൂ നാത്തൂൻ്റെ വീട്ടിലേക്ക്. പിന്നെ നമ്മൾ പിള്ളേരാക്കാനായിട്ട് പോയിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ അത്രയും സമയം വെയിറ്റ് ചെയ്തില്ല കേട്ടോ. നേരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയി. അതേ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പകൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്മ പകൽ വന്നിട്ടില്ലായിരുന്നേ. അപ്പോൾ സന്ധ്യയ്ക്ക് കെട്ട് നിറക്കുന്ന സമയത്താണ് അമ്മേനെ കൊണ്ടുപോകുന്നത്. പിന്നെ അപ്പോൾ നാത്തൂൻ്റെ വീട്ടിലൊരു കൊല പഴുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ പഴം എല്ലാവർക്കും ചെന്നപ്പോഴേ അവൾ ആദ്യം അതാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ നാത്തൂൻ്റെ അമ്മായിച്ചനും അമ്മായിയമ്മയാണ് കേട്ടോ. രണ്ടുപേരുടെ ഫോട്ടോയാണ് ഇന്ന് എടുത്ത് കാണിച്ചത്. പിന്നെ കഞ്ഞിക്ക് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ വീട്ടിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഞ്ഞിയും കുഴയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊണായിരുന്നേ. ഉച്ചയ്ക്ക് സാമ്പാറും പിന്നെ എന്തൊക്കെയായിരുന്നു, എന്തോ ഭയങ്കര മറവി കേട്ടോ. പനി വന്നതിൽ പിന്നെ എന്തോ ഭയങ്കര മറവിയാണ്. ഉച്ചയ്ക്ക് കഴിച്ച സംഭവം പോലും ഓർക്കണില്ല. പാവക്കക്കറി ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ എന്തോ കറി ഇവിടെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ എനിക്ക് കഴിയാലോ ഓർത്ത് പറയാനായിട്ട്. അങ്ങനെ ദേ ഇവിടെ സ്മിത മാങ്ങ ചെത്തുന്നുണ്ട്, അനിയത്തി അപ്പുറേ എന്തൊക്കെയാണ് കുഞ്ഞുള്ളി പൊളിക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ ചിരണ്ടി വെച്ചിട്ട് പോയതാണ്. അപ്പം നാത്തൂനും അനിയത്തിയും കൂടെ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്നു. അവളുമാരെന്ത് ചെയ്തു, രണ്ടുപേരും കൂടെ അതൊക്കെ അടച്ചവിടെ വെച്ചിട്ട് രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന് സന്ധ്യയ്ക്ക് പിള്ളേരെ വിട്ടതിന് ശേഷമാണ് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുഴയൊക്കെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഊണും കഴിഞ്ഞിട്ട് കുഴയിണക്കി കപ്പയും അതുപോലെ തന്നെ വൻപയർ, പച്ചക്ക, പിന്നെ എന്താ കാച്ചിൽ, ഇതൊക്കെ കൂടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഊരിയിട്ടിട്ടൊക്കെയാണല്ലോ ഇവിടെ വന്നത്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മുടെ കുഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേർത്ത് കുഴ ഞാൻ തയ്യാറാക്കിയത് ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സൂപ്പർ കുഴയാണ് കേട്ടോ. അപ്പോൾ അനിയത്തി ചോദിച്ചു, ചേച്ചിയാണോ തയ്യാറാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ അവസാനം ഒന്ന് ഇളക്കി കൂട്ടി വറയൊക്കെ പിടിപ്പിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. ദൈവമുണ്ടോ, ഒരു ചരുവനല്ല, നല്ല ഒരു ഉരുളി നിറയെ ഉണ്ടായിരുന്നു. ഇളക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നേ. പിന്നെ അനിയത്തി അവിടെ ഞങ്ങൾ കഞ്ഞിയൊക്കെ വിളമ്പിയൊക്കെ വെച്ചു. അവളവിടെ ചമ്മന്തി അരയ്ക്കുവാണ് കേട്ടോ. മാങ്ങ ചമ്മന്തിയാണ്, മിക്സിയിലാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇത്തിരി ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഉപ്പും കൂടെയൊക്കെ ചേർത്തൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് പിന്നെയും മിക്സിയിലിട്ട് അടിച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് വീണ്ടും അടിച്ച് വരുമ്പോൾ തീരെ അങ്ങോട്ട് ചമ്മന്തി ജാം പോലെ ആയിപ്പോകുമല്ലോ. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് പോരാത്ത ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ. ഇപ്പോൾ ചുറ്റുമുട്ടിതേ കറിവേപ്പില എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്തു. നമ്മുടെ കുട്ടി അതൊക്കെ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ചമ്മന്തിയായിരുന്നു കേട്ടോ. അവൾ നല്ല അടിപൊളിയായിട്ട് നല്ല ചമ്മന്തിയൊക്കെ ഇണക്കി. ഉച്ചയ്ക്ക് എനിക്ക് തന്നെ എടുക്കാം ക്രെഡിറ്റ് കുഴ വെച്ചിട്ട്. അനിയത്തിയും കവിതയും ചിറ്റക്കുട്ടിയും കൂടിയാണ് എല്ലാം വേവിച്ചൊക്കെ വെച്ചിരുന്നത്. അവസാനം വറയൊക്കെ താളിച്ച് ഒക്കെ എടുത്തത് ഞാനാണ്. അപ്പോൾ കുഴ സൂപ്പറായിരുന്നു, ചമ്മന്തി അതുപോലെ തന്നെ സൂപ്പറായിരുന്നു. ചമ്മന്തിയുടെ ക്രെഡിറ്റ് നമുക്ക് സ്മിതയ്ക്കും കൊടുക്കാം. പിന്നെ കഞ്ഞിയുടെ കുഴയുടെ ക്രെഡിറ്റ് ഞാനും എടുക്കുവാണ്. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് കഞ്ഞി കുടിക്കുവാണ്. അങ്ങനെ കഞ്ഞി കഴിഞ്ഞ് പിന്നെ രാത്രി എല്ലാവരും പിരിഞ്ഞു.